അധ്യാപകരുടെ മൂല്യങ്ങൾ പഠിക്കാത്ത അല്ലെങ്കിൽ അത് സ്വായത്തമാക്കാത്ത അധ്യാപകരുടെ ഭാഗത്തുനിന്ന്, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജ്, അതേപോലെ ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള പല കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെ വേണ്ട രീതിയിൽ പരിഹരിക്കുവാനോ അതിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുവാനോ ഈ സർക്കാർ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സിദ്ധാർത്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ അധികൃതരായിട്ടുള്ള ആൾക്കാരെയൊക്കെ വീണ്ടും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ അതിലെ പ്രതികളായിട്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിബാർ ഉൾപ്പെടെ പിൻവലിക്കുന്ന തരത്തിലേക്ക് കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ രീതിയിലുള്ള വിധികൾ ഉണ്ടാവുന്നു. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു അന്വേഷണം തുടങ്ങുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ ആ അന്വേഷണത്തെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സുഖമായിട്ട് പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം. വിദ്യാസംഘടനാ പ്രവർത്തിച്ച സമയത്ത് പരുമലയിലൊക്കെ അവർ മരിക്കുന്ന സമയത്ത് കോടതിയുടെ വിധി നമുക്ക് നോക്കിയാൽ അറിയാം. തുടക്കം തന്നെ പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച, അന്വേഷണത്തിലുള്ള വീഴ്ച, അതാണ് ഇത്തരം സാഹചര്യങ്ങൾ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഈ വിഷയത്തിലും നമ്മൂർ സജീവന്റെ വിഷയത്തിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആരോഗ്യമന്ത്രി ഞങ്ങൾ ഇരകളോടൊപ്പമാണ് അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പമാണ് എന്ന് പറയുന്ന സമയത്ത് മൗനം പാലിച്ചുകൊണ്ട് ആ അധികൃതരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് സർക്കാരും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ നാളത്തേക്ക് 1 മാസമാവുകയാണ്. ഇപ്പോഴും 4 പെൺകുട്ടികളിൽ മാത്രം, അവർ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളിൽ മാത്രം ആ കേസ് ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഈ കുട്ടികൾ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 തവണ SME പ്രിൻസിപ്പളിന് കുടുംബത്തിന്റെ ഭാഗത്ത് പരാതി അവരുടെ അച്ഛൻ നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പരാതി 25 ഒക്ടോബർ 2024 അതിന്റെ കോപ്പി ABVPക്കും ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അമ്മുവിന്റെ മരണത്തിന് ശേഷം ABVP നടത്തിയ മാർച്ച്, അതിനുശേഷം പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ച സമയത്ത് CAയുടെയും അതേപോലെ ഈ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രിൻസിപ്പൽ കള്ളം പറയുകയാണ്. അവർ വീട്ടുകാരുമായി സംസാരിച്ചു, ആ പ്രശ്നം പരിഹരിച്ചു. എന്തിനാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൾ ഇത്തരത്തിൽ സമരം ചെയ്ത് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട വിദ്യാർത്ഥി സംഘടനയുടെ മുമ്പിൽ CAയെ, പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കള്ളം പറയാൻ വേണ്ടിയിട്ട് തയ്യാറായത്? അതിലെന്തോ നിഗൂഢതയില്ലേ? അത് എന്താണെന്ന് കൃത്യമായിട്ട് പറയുവാൻ പ്രിൻസിപ്പളും അതേപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരും തയ്യാറാവണം. അത് മാത്രമല്ല, നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്ത് ആർക്കും അറിയാത്ത രീതിയിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഒരു സംഭവം ഈ മരണത്തിന്റെ അന്ന് തന്നെ, ഈ കുട്ടിയുടെ മരണത്തിന്റെ അന്ന് തന്നെ ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 15-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ആ കുട്ടിയെ വിളിച്ചിരുത്തിക്കൊണ്ട് സജി എന്ന് പറയുന്ന അധ്യാപകൻ, സൈക്യാട്രി വിഭാഗത്തിലുള്ള അധ്യാപകനാണ്. ഒരു സൈക്യാട്രി വിഭാഗത്തിലുള്ള അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ 2 മണിക്കൂർ വിളിച്ചിരുത്തിക്കൊണ്ട്, അത് മറ്റ് സ്ത്രീകളായിട്ടുള്ള അധ്യാപകരുടെ സാന്നിധ്യമില്ലാതെ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ നിർദ്ദേശമില്ലാതെ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചിരുത്തി ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തു വരികയോ അല്ലെങ്കിൽ ഇതിനെതിരെ ഈ സംഭവം നടത്തിയ ഈ അധ്യാപകനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസോ അധികാരികളോ തയ്യാറായിട്ടില്ല. അവരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇതുവരെ പോലീസ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ സംഭവം നടന്നിട്ട് എത്ര ദിവസമായി എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇത്രയും ദിവസം കയ്യിൽ കിട്ടിയിട്ടും ഈ വിഷയത്തിൽ 4 വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കി എല്ലാവരെയും സംരക്ഷിക്കുന്ന രീതിയിൽ ആണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് 20 മിനിറ്റ് ശേഷമാണ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത്, ആംബുലൻസിൽ പോകുന്ന സമയത്ത് അധ്യാപികയായിട്ടുള്ള ആൾ മുമ്പിലിരിക്കുകയും ഹോസ്റ്റൽ വാർഡൻ പിന്നിലിരിക്കുകയും ചെയ്യുന്നു.
ഇത്തരത്തിൽ നിഗൂഢമായ പല കാര്യങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദിത്തപരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന് കാരണം രാഷ്ട്രീയമായിട്ടുള്ള പ്രേരണയാണ്, രാഷ്ട്രീയമായ ഇടപെടലുകൾ ഈ സംഭവത്തിൽ, ഈ അന്വേഷണത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ സംഭവമെല്ലാം അറിഞ്ഞിട്ടും പോലീസ് ഇത്രയും വൈകിപ്പിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാരണമാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വച്ചത്. സിദ്ധാർത്ഥന്റെ വിഷയത്തിലായാലും കേരളത്തിലെ ഇത്തരം ആത്മഹത്യകളെല്ലാം നടക്കുന്ന സമയത്ത് അവിടെ അന്വേഷണത്തിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ അത് വൈകിപ്പിച്ചുകൊണ്ട് വളരെ വലിയ അനാസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ അന്വേഷണം സ്റ്റാർട്ടിങ് സ്ലോ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഓട്ട മത്സരത്തിൽ തുടക്കം എങ്ങനെ പിഴയ്ക്കുന്നു അതുപോലെയാണ് അന്വേഷണത്തിന്റെ തുടക്കം മനഃപൂർവ്വം തെറ്റിച്ചുകൊണ്ട് സർക്കാരും പോലീസും ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഒത്തുകളിക്കുന്നത്. ABVP ആവശ്യപ്പെടുന്നത് അടുത്ത ദിവസം തന്നെ ഇവരെയും പ്രതി ചേർത്തുകൊണ്ട് FIR പുനഃക്രമീകരിക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം. അതിൽ ഈ സജി എന്ന് പറയുന്ന അധ്യാപകൻ 2 മണിക്കൂറോളം ഒരു വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചിട്ടുള്ള ആ അധ്യാപകന്റെ പങ്ക് അത് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അയാളെ FIRൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിയാക്കിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. ഈ ഒത്തുകളി അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇതിന് കൂട്ടി നിന്നിട്ടുള്ള ലിഡ ഗ്രിഗറിയെ എന്ന് പറയുന്ന അധ്യാപിക, അതേപോലെ SME ഡയറക്ടർ ഹരികൃഷ്ണൻ, അവരാണ് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് FIR പുനഃക്രമീകരിക്കുകയും ശക്തമായിട്ടുള്ള രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധം ഇനിയും ABVP സംഘടിപ്പിക്കും. അത് ആരോഗ്യമന്ത്രിയും പോലീസും ഉത്തരവാദിത്വം പറയേണ്ടി വരും. അതിൻ്റെ ആ ഒരു സമരത്തിൻ്റെ രൂപം മാറിയാൽ അവർ ഉത്തരം പറയേണ്ട രീതിയിലേക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ABVP ഈ വിഷയത്തിൽ വരും ദിവസങ്ങൾ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ABVPയുടെ ആവശ്യമെന്ന് പറയുന്നത് സജീവ് എന്ന് പറയുന്ന അധ്യാപകനെയും അതേപോലെ ഈ പറയുന്ന ഇതിൽ പങ്കുള്ള മറ്റ് അധികാരികളെയും ഉടനെ അറസ്റ്റ് ചെയ്യുകയും അവരെ പ്രതി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഈ 4 വിദ്യാർത്ഥികളിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ഇതിനെ അട്ടിമറിക്കാമെന്ന് പോലീസ് വിചാരിക്കേണ്ട. അത് ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയിട്ട് ജില്ലാ പ്രസിഡന്റ്. കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോളേജ് ബസ്സിൻ്റെ ഡ്രൈവറുടെ, അതായത് ഈ CPASലെ SMEയിലെ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് എത്തിക്കുന്ന കോളേജ് ബസ്സിൻ്റെ ഡ്രൈവറുടെ മൊഴി എടുത്തിട്ടില്ല. അദ്ദേഹം ഡയറക്റ്റ് കണ്ട കാര്യമാണ്. ഈ കുട്ടി അമ്മുവിനെ സംബന്ധിച്ച് അമ്മു കോളേജിൽ നിന്ന് തിരിച്ച് ഈ NSSന്റെ ഹോസ്റ്റലിൽ എത്തുന്ന സമയം വരെ നിർത്താതെ വാഹനത്തിലിരുന്ന് കരയുകയാണ്. 14-ാം തീയതി ഈ പറഞ്ഞ ഈ മരണപ്പെട്ട ദിവസം 15-ാം തീയതി ഉണ്ടായ വിഷയം കൊണ്ടാണല്ലോ കുട്ടി സ്വാഭാവികമായിട്ട് മരണപ്പെടുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മാനസികമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതി അതിൻ്റെ അച്ഛൻ 25-ാം തീയതി 10-ാം മാസം 25-ാം തീയതി തന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഈ കോളേജിന്. പരാതി കിട്ടിയിട്ടും ഒരു നടപടിയും എടുക്കാതിരുന്ന പ്രിൻസിപ്പലാണ് 14-ാം തീയതി, അതായത് 15-ാം തീയതി കുട്ടി മരണപ്പെടുന്ന ആ ദിവസം കിട്ടാത്ത പരാതിയിന്മേൽ, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. രേഖാമൂലം പ്രിൻസിപ്പലിന്റെ കയ്യിൽ ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടെന്ന് പരാതി കിട്ടിയിട്ടില്ല. കിട്ടാത്ത പരാതിയിന്മേൽ പ്രിൻസിപ്പൽ അറിയാതെ, പ്രിൻസിപ്പലിന് ഉത്തരവില്ലാതെ പ്രിൻസിപ്പൽ പറയുന്നു, പ്രിൻസിപ്പലിന്റെ അറിവില്ലാതെ ഒരു അധ്യാപകൻ, സൈക്കാട്രി വിഭാഗ അധ്യാപകന് ഡിസിപ്ലിന്റെ ചാർജ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. കോളേജിന്റെ ഡിസിപ്ലിൻ ചാർജുള്ള അധ്യാപകൻ ചോദ്യം ചെയ്തു. ഡിസിപ്ലിന്റെ ചാർജ് അദ്ദേഹത്തിന് ഇല്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിനൊപ്പം ലേഡി ടീച്ചേഴ്സ് ഇല്ല. മുമ്പ് ഈ ശിവസാജി പറഞ്ഞ പോലെ ലേഡി ടീച്ചേഴ്സ് ഇല്ല. കോളേജില് നമുക്ക് അറിയാവുന്ന നിയമങ്ങൾ അനുസരിച്ച് ഒരു പെൺകുട്ടിയെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഡിസിപ്ലിൻ എന്തു വിഷയങ്ങളായിക്കോട്ടെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുമ്പോഴോ നിർബന്ധമായും ലേഡി ടീച്ചേഴ്സ് ഉണ്ടാവേണ്ടതാണ്. ഒരു ലേഡി ടീച്ചർ പോലും ഇല്ലാതെ 2 മണിക്കൂറോളം നീണ്ട വലിയ വിചാരണയ്ക്ക് ഒടുവിൽ
4 കുട്ടികളെ ഒരു വശത്തിരുത്തിയും ഒരു കുട്ടിയെ മറുവശത്തിരുത്തിയും സംസാരിച്ചതിൻ്റെ വ്യക്തമായി ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ 7 പെൺകുട്ടികൾ SMEയുടെ ഡയറക്ടർ ഹരികൃഷ്ണൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുള്ളതിലാണ്. 17-ാം തീയതിയാണ് ഈ വെളിപ്പെടുത്തൽ. ABVP അവിടേക്ക് ആദ്യത്തെ മാർച്ച് നടത്തുന്ന ദിവസം 17-ാം തീയതിയാണ്. മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും പ്രിൻസിപ്പലുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായില്ല. നേരിട്ട് എന്നോട്, അതേപോലെ ABVPയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം അമർനാഥ്, ഞങ്ങൾ 2 പേരാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, മീഡിയാസ് മുഴുവൻ സാക്ഷിയാണ്, സർക്കിൾ ഇൻസ്പെക്ടർ സാക്ഷിയാണ്. ആ സമയത്ത് പ്രിൻസിപ്പൽ പറഞ്ഞത് തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് രമ്യതയിൽ പരിഹരിച്ചു എന്നുള്ളതാണ്. മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. അമ്മുവിന്റെ പിതാവ് സജീവ്, അദ്ദേഹം ശാരീരിക അസ്വസ്ഥ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ വന്നിട്ടില്ല, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ നിരന്തരമായി പച്ചക്കള്ളം പറയുകയാണ് ഈ പ്രിൻസിപ്പൽ അബ്ദുൾ സലാം എന്ന് പറഞ്ഞ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 17-ാം തീയതി അവിടെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തത് ഇദ്ദേഹം നമ്മളോട് പറയുന്നില്ല. അന്ന് മാർച്ച് നടക്കുന്ന അതേ ദിവസം 4 മണിക്കൂർ, ക്ഷമിക്കണം, 17-ാം തീയതിയാണ് മാർച്ച് നടക്കുന്നത്. 14-ാം തീയതി 15-ാം തീയതി മരണ ദിവസം 4 മണിക്കൂർ നീണ്ട വിചാരണയ്ക്കൊടുവിൽ മാനസികമായ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി ആത്മഹത്യ ചെയ്തു. കൂടുതൽ അന്വേഷണം പുറത്ത് വരണം, അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. പെൺകുട്ടിയുടെ അച്ഛന്റെ ആരോപണമുണ്ട്, ഐ ക്വിറ്റ് എന്നെഴുതിയ കയ്യക്ഷരം ആ കുട്ടിയുടേതല്ലായിരുന്നു എന്ന് പറയുന്നു. കുട്ടി എഴുതിയെന്ന് പറയപ്പെടുന്ന അതിന്റെ കയ്യക്ഷരത്തിലുള്ള അവസാനത്തെ വരികൾ പൂർണ്ണമാക്കിയിട്ടില്ല. ഇതൊക്കെ ദുരൂഹമാണ്. മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയ വാഹനം ജനറൽ ആശുപത്രിയിലേക്ക് തിരിച്ചുവിടാൻ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടതിന് തെളിയേണ്ടതാണ്. ജനറൽ ആശുപത്രിയിൽ ഉണ്ടായ ലാഗ് മുമ്പ് പറഞ്ഞു 20 മിനിറ്റിന് ശേഷമാണ് HP ടെസ്റ്റ് നടന്നത്. 108 ആംബുലൻസിൽ കൊണ്ടുപോയവരാണല്ലോ ആദ്യം കൊണ്ടുപോയത്. അവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. ഈ സമയം വരെ പോലീസ് 108 ആംബുലൻസിൽ കൊണ്ടുപോയ ഡ്രൈവറെയോ അതിനൊപ്പം ഉണ്ടായിരുന്ന നഴ്സിനെയോ ചോദ്യം ചെയ്തിട്ടില്ല. ശേഷം കൊണ്ടുപോയ ആംബുലൻസ് ഏതാണ്ട് 15 മിനിറ്റോളം പത്തനംതിട്ട ടൗണിൽ ബ്ലോക്കായി എന്ന് പറയപ്പെടുന്നു. അപ്പം മാത്രമല്ല, മുമ്പ് പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് വാർഡൻ മാത്രമാണ്. നമുക്കറിയാമല്ലോ, ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇപ്പം ഇതിൻ്റെ ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാകുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ICU ആംബുലൻസിൽ ഓൾറെഡി റെക്കോർഡറാണ്. ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണെങ്കിലും മനസ്സിലാക്കാൻ, ECGയിൽ ഉണ്ടാകുന്ന വേരിയേഷനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യങ്ങളിൽ അറിവുള്ള ഒരാൾ ഒപ്പം ഉണ്ടാവണം. ഇത് വാർഡൻ പുറകിലിരിക്കുന്നു, അവിടുത്തെ ഈ പറഞ്ഞ ലിഡ ഗ്രിഗറി എന്ന് പറയുന്ന അധ്യാപിക മുന്നിലിരിക്കുന്നു. പോയ വഴിക്ക് അമ്മു ബോധരഹിതയായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ ചെല്ലുന്നതിനിപ്പുറം മറ്റൊരു ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയില്ല എന്നുള്ളതൊക്കെ ദുരൂഹമാണ്. അപ്പൊ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുണ്ടായ അനാസ്ഥ പുറത്തു വരണമെങ്കിൽ കൃത്യമായും ഒരു മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം വേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പബ്ലിക് പ്രോസിക്യൂട്ടറിനെ കൂടി അംഗമാക്കിക്കൊണ്ട് ഒരു മെഡിക്കൽ ബോർഡിന്റെ രൂപീകരണം നടക്കുന്നുവെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ആ സമയത്ത് കൂടുതൽ തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് ABVPയുടെ ആരോപണം. കാരണം ഞാൻ ആവർത്തിക്കുകയാണ്, SME ഡയറക്ടറായ ഹരികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം 3-അംഗ സംഘത്തെ അന്വേഷണത്തിന് വെച്ചവരുടെ മുമ്പാകെ 17-ാം തീയതി തന്നെ ഈ സജി എന്ന് പറയുന്ന അധ്യാപകൻ 2 മണിക്കൂർ വിചാരണ ചെയ്തിരുന്നു എന്നുള്ള മൊഴി ഉള്ളതാണ്. ആ മൊഴിയുടെ പകർപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എന്തുകൊണ്ട് ഈ 1 മാസം കഴിഞ്ഞിട്ടും, 17 എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എത്ര ഡേറ്റ് ആയി നമ്മൾ ആലോചിച്ച് നോക്കും, ഈ ഏകദേശം 1 മാസം അടുത്താകുന്ന സമയത്തും ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. 3 വിദ്യാർത്ഥിനികളെ അറസ്റ്റ് ചെയ്തു. അതിൽ അന്വേഷണം ഒതുക്കിക്കൊണ്ട് SMEയുടെ ഡയറക്ടർ, ഈ SMEയുടെ പ്രിൻസിപ്പല്, വീഴ്ച വരുത്തിയിട്ടുള്ള അധ്യാപിക, ഇവരെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആവശ്യമാണ് ABVPക്കുള്ളത്. മുമ്പ് സൂചിപ്പിച്ചു. ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം. അത് കളക്ടറേറ്റിലേക്ക്, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് കഴിഞ്ഞു. അതിനുശേഷമാണ് ആരോഗ്യവകുപ്പിന്റെ വീഴ്ച അന്വേഷിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച. SME ഡയറക്ടർ, ഇനി ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരിക്കുന്ന അവസരത്തിൽ ഈ CPASന്റെ SMEയുടെ ഡയറക്ടറായിട്ടുള്ള ഹരികൃഷ്ണൻ അമ്മുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്, മരിച്ചതിന് ശേഷവും, ശവത്തി കുത്തുകയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, മരിച്ചതിന് ശേഷവും അമ്മു സജീവനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവരുടെ പിതാവിനോട് ഉൾപ്പെടെ സംസാരിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വിലക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇത്രയും ധാർഷ്ട്യവും ധിക്കാരത്തോടും കൂടി അദ്ദേഹം പെരുമാറുകയാണ്. 17-ാം തീയതി ഈ സജിക്ക്, 17-ാം തീയതി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ പറഞ്ഞ സജി എന്ന് പറയുന്ന അധ്യാപകനെതിരെയും ഈ ലിഡ ഗ്രിഗറി എന്ന് പറയുന്ന അധ്യാപികക്കെതിരെയും
ഹരികൃഷ്ണനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് അമ്മു സജീവന്റെ പിതാവ് സജീവ് പരാതി കൊടുത്തിട്ടുള്ളതാണ്. അതിലും ഈ ഒരാഴ്ചക്കാലം പിന്നിടുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മൗനം പാലിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്, ഇതിന്റെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരരുത് എന്ന് ആരൊക്കെയോ തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കൃത്യമായ അന്വേഷണം മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ABVP മുമ്പോട്ട് പോകും. വേറെ ഒന്നും ചോദിക്കാനോ പറയാനോ ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം അല്ലേ? അതെ, കഴിഞ്ഞ ആഴ്ചയാണ് ഈ സജി എന്ന് പറഞ്ഞ അധ്യാപകനെതിരെ ഒരു ആരോപണം വരുന്നത്. അതെ, ഈ അമ്മുവിന്റെ പിതാവിടെ റിസൾട്ട് പോസ്റ്റിനെതിരെ വന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പേര് ഉയർന്നു വരുന്നു. ഇത്രയും ഒരു മാസമായിരുന്നു, ഇത്രയും നാളും ഈ ഒരു പേര് ഉയർന്ന് കേട്ടേ ഇല്ല. അതിന്റെ കാരണം എന്തായിരിക്കും? അല്ല, അത് തന്നെയാണ് ഞാൻ ഇപ്പോഴത്തെ പത്രസമ്മേളനത്തിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. 17-ാം തീയതി മൊഴി കൊടുത്താണ് കുട്ടികൾ 7 പേര്. ആ 7 പേര് മൊഴി കൊടുത്തെന്ന് പറഞ്ഞാൽ 10 പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവരുടെ ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ അഭിപ്രായത്തിൽ കുട്ടികൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൽ അവരുടെ അധ്യാപികയുണ്ട്. ഈ 10 പേര് ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടാണ് ഇവര് ഇതിന് ട്രെയിനിങ്ങിന് പോകുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഗ്രൂപ്പിൽ നിന്ന് ഈ അമ്മുവിനെ ഒഴിവാക്കിയിരുന്നു. മറ്റുള്ള പെൺകുട്ടികളുടെ ഒരു സമ്മർദ്ദം കൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി അമ്മു അത് പരാതി പറയുകയും ചെയ്തു. കാര്യം അതിനകത്താണ് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്, ഇവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ 10 കുട്ടികളുള്ളതിൽ 2 കുട്ടികൾ ഒഴികെ അമ്മു മരിച്ചു പോയിട്ട് 7 കുട്ടികൾ. 7 കുട്ടികളും സജിക്കെതിരെ മൊഴി കൊടുത്തിരുന്നു. 10 കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് കോളേജ് തന്നെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കോളേജ് പഠിക്കുന്ന കൂടുതൽ കുട്ടികളുണ്ടല്ലോ, അവരെ ക്ലസ്റ്ററുകളാക്കി അങ്ങനെ തന്നെ കോളേജ് തിരിച്ചതാണ് ഇങ്ങനെ ക്ലസ്റ്ററുകളായിട്ട്. അപ്പോൾ ഈ 10 കുട്ടികളുടെ ഉള്ളിൽ ഈ പറയുന്ന ഇത്രയും പേരുണ്ട്. ഈ ആരോപണ വിധേയരായ ഇപ്പോൾ അറസ്റ്റിലായ കുട്ടികൾ സഹിതം 10 പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിന്ന് അമ്മുവിനെ ഏതാണ്ട് ഒരു മാസം മുമ്പ്, ഈ മരണത്തിന് ഒരു മാസം മുമ്പ് തന്നെ ഈ കുട്ടികൾ പുറത്താക്കുകയും അത് കോളേജിൽ പരാതി പറയുകയും ചെയ്തു. അത് വെറുതെ ഇവർക്ക് പരസ്പരം ഗുഡ് മോർണിംഗ് അയക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല, അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. അതിലുള്ളതിൽ ഈ പ്രതികളായിട്ടുള്ള കുട്ടികൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കുട്ടികൾ, ഈ 3 കുട്ടികൾ അതിനകത്ത് പ്രതികളാണ്. അത് കൂടാതെ 10 പേരുണ്ട് ആ ഗ്രൂപ്പിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ ബാക്കിയുള്ള കുട്ടികൾ ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന SMEയുടെ ഡയറക്ടർ വെച്ച അന്വേഷണ കമ്മീഷൻ മുമ്പാകെ സജിയുടെ പേര് പറഞ്ഞിരുന്നു. സജി എന്ന് പറയുന്ന അധ്യാപകൻ ഞങ്ങളെ ഈ കുട്ടികളെ വിളിച്ചു വരുത്തിയിരുന്നു. ആരോപണ വിധേയരായ അമ്മുവിനെ വിളിച്ചു. അമ്മുവിന്റെ പേരിലാണല്ലോ ആരോപണം, ലോഗ് ബുക്ക് മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അമ്മുവിനെ വിളിച്ചു, ആരുടെയാണോ ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടു പോയത് ആ കുട്ടിയെ വിളിച്ചു. ഇങ്ങനെ 2 മണിക്കൂർ നീണ്ട വിചാരണ എവിടെ നടന്നു. അതിനുശേഷം അമ്മു മാനസികമായി സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതിന് കോളേജ് ബസ്സിന്റെ ഡ്രൈവർ സാക്ഷിയാണ്. ഇത്രയും പരസ്യമായ തെളിവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതുവരെ കോളേജ് ബസ്സിന്റെ ഡ്രൈവറെ ചോദിച്ചിട്ടില്ല. ഇത് ഈ കുട്ടികൾ പറഞ്ഞിരുന്നു. ഈ കുട്ടി കരഞ്ഞുകൊണ്ടാണ് പോയത്. സാധാരണ ഇറങ്ങുമ്പോൾ ഡ്രൈവറോട് വളരെ അടുപ്പമാണ് ഈ കുട്ടിക്ക്. അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യുന്നത് പോലും, എൻ്റെ അച്ഛൻ പറഞ്ഞത് റോഡ് ക്രോസ് ചെയ്യുന്ന പോലും കൈക്ക് പിടിച്ചാണ് കടത്തി വിടാറുണ്ടായിരുന്നത്. അത്ര കണ്ണിലുണ്ണിയായിട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന, കണ്ണിൽ കൃഷ്ണമണി പോലെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഈ മനസാക്ഷിയുള്ളവർക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ പ്രതികളെ സംരക്ഷിക്കാൻ നടത്തുന്ന നീക്കം. അതാണ് ഏറ്റവും പ്രധാനം. സജി എന്ന് പറയുന്ന അധ്യാപകന്റെ മാനസിക പീഡനം കൊണ്ട് തന്നെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അത് മൊഴിയുമുണ്ട്. മൊഴി ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല? അതാണ് നമ്മുടെ ചോദ്യം. 1 മാസത്തിന് മേളിലായിട്ട് ഈ മൊഴി കയ്യിൽ പിടിച്ചിട്ട് ഈ മൊഴി എന്തുകൊണ്ട് ഇത് പൂഴ്ത്തി വെക്കണം? അധ്യാപകൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ 1 2 തവണ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തല്ല, അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. സ്വാഭാവികമായിട്ട് അധ്യാപകരെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിനൊപ്പം ഈ സജിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സജി അറസ്റ്റ് ചെയ്യുന്നില്ല? എന്നാണ് നമ്മുടെ ചോദ്യം. അതെ, അല്ല വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. അതായത് ഈ 3 പേരെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ അതേ വ്യക്തമാക്കാം, കൃത്യമാക്കാം. SMEയുടെ ഡയറക്ടർ ഹരികൃഷ്ണൻ വെച്ച അന്വേഷണ കമ്മീഷനിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേര് ചോദ്യം ചെയ്യുന്ന സമയത്ത്, കുട്ടികളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ട് സജിക്കെതിരായ മൊഴി കൊടുത്തിട്ടും സജിയെ സംരക്ഷിക്കുന്നത് SMEയുടെ ഡയറക്ടറാണ്. ഒരു സഹകരണ സ്ഥാപനമാണ് സിപാസിനുണ്ടല്ലാണ് SME ഡയറക്ടറാണ് ഹരികൃഷ്ണൻ.
ഹരികൃഷ്ണൻ ഇത്രയും ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മരണപ്പെട്ട കുട്ടിയുടെ അച്ഛൻ്റെ നേരെ സംസാരിച്ചിട്ട് പോലും അതിനകത്ത് ഇത്രയും വലിയൊരു വീഴ്ച ഉണ്ടായിട്ട് പോലും ഹരികൃഷ്ണനെ ഒന്ന് വിലക്കാനോ ഹരികൃഷ്ണനെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനോ സംരക്ഷിക്കുന്ന ഹരികൃഷ്ണനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനോ സജിയെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാകാത്ത എന്തുകൊണ്ടാ? അതാണല്ലോ രാഷ്ട്രീയം. അല്ല, സജിയുടെ രാഷ്ട്രീയം അന്വേഷിച്ചാൽ മതി. സജിയുടെ രാഷ്ട്രീയം അന്വേഷിച്ചാൽ വളരെ കൃത്യമാവും. ഇത് സജിയുടെ ഉന്നത തലങ്ങളിലുള്ള പങ്ക് അന്വേഷിച്ചാൽ സജി പ്രതിയാകാത്തത് വളരെ വ്യക്തമാവും. അല്ല, ഞാനത് ഞങ്ങൾ അന്വേഷിക്കും, നിങ്ങൾക്ക് അന്വേഷിക്കല്ലോ. അതെ, കൃത്യസമയത്ത് ബോധിപ്പിക്കേണ്ട സമയത്ത് രാഷ്ട്രീയപരമായി സജിയെ സ്വാധീനിക്കുന്ന ആരാണെന്ന് എ ബി പിന്നെ തൊട്ടടുത്ത ദിവസം ബോധ്യപ്പെടുത്തും. സജി അറസ്റ്റ് ചെയ്തില്ലേ? കൃത്യമായ തെളിവുണ്ട്, ഇപ്പൊ പറയുന്നില്ല. സജിയെ സംരക്ഷിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അവസാനം ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവും. ഇപ്പം മൗനമൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് എന്തുകൊണ്ട് സജിയെ സംരക്ഷിക്കുന്നുള്ളതിന്റെ വ്യക്തമായ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ചോദിക്കട്ടെ, സജിയുടെ പേര് എങ്ങനെയാ ഇപ്പൊ പുറത്തു വരുന്നേ? സജിയുടെ പേര് പുറത്തു വരും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എ ബി വി പി മുമ്പോട്ട് വെച്ച 4 കാര്യങ്ങൾ. ABVP മുമ്പോട്ട് വെച്ച 4 കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യസമയത്ത് നമ്മളങ്ങ് പറയും. അല്ല, അത് പറഞ്ഞല്ലോ. സംസ്ഥാന സെക്രട്ടറി, ABVPയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് വെച്ചത്. എന്തുകൊണ്ടാണ് സജിയെ ഈ സമയം വരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രതിനിധി ചോദിച്ചല്ലോ. ചേട്ടൻ ചോദിച്ചില്ല. ചേട്ടൻ ചോദിക്കാത്തതിന് കാര്യമുണ്ട്. കൃത്യമായിട്ട് നിങ്ങളിൽ നിന്നോട് അല്ല, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കും. അങ്ങനെയാണെങ്കിൽ എപ്പോൾ പറയണമല്ലോ ഞാൻ തീരുമാനിക്കും. അതെ, അതിന് മറുപടി പറഞ്ഞല്ലോ. അതെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു പ്രതിനിധി വളരെ കൃത്യമായിട്ട് ചോദിച്ചു എന്തുകൊണ്ട് ഈ സജി അറസ്റ്റ് ചെയ്തില്ല. ഈ ചോദ്യം നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. ഈ ചോദ്യം അല്ല, അപ്പൊ ആരോഗ്യമന്ത്രിയോട് ചേട്ടനെ ചോദിക്കാറുണ്ടല്ലോ. ഈ പറഞ്ഞ സെയിം ചോദ്യം ചേട്ടൻ ആരോഗ്യമന്ത്രി ചോദിക്കാറുണ്ടല്ലോ അല്ലേ? ഇതില് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 2 തവണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അച്ഛൻ പരാതി കൊടുത്തു. എന്ത് നടപടിയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? മിനിമം ആരോഗ്യമന്ത്രിയിലേക്ക് ഫോർവേഡ് ചെയ്യാലോ. ഒന്നും ചെയ്തിട്ടില്ല. ആരോഗ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിലെന്ത് ആ വീട്ടുകാരുടെ ഒപ്പമാണെന്ന് പറഞ്ഞതല്ലാതെ വേറെ എന്ത് കാര്യമാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ഈ മന്ത്രിയാണ്, ആവശ്യമുണ്ടെങ്കിൽ പ്രതികരിച്ചാൽ മതി, ഒക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ആ 4 വിദ്യാർത്ഥികളല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോയിട്ടുണ്ടോ? ഇത് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കുറച്ചു. ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ എന്ത് രാഷ്ട്രീയ ഇടപെടലാണ് ഉണ്ടായത്? ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞില്ല ആരാണ്, ഏത് സർക്കാരാണ് ആ ഡീനിനെ വീണ്ടും അക്കോമഡേറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് ആ പ്രതികളുടെ ഡീബാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നത്? കൃത്യമായ അന്വേഷണം നടക്കാത്തതുകൊണ്ടാണ്. പോലീസ് നിഷ്ക്രിയമായിട്ടൊരു വിഷയത്തിൽ ഇപ്പോൾ ഈ അമ്മു സജീവൻ എന്ന് പറഞ്ഞ കുട്ടി മരിച്ചു, പോലീസ് വിചാരിക്കുകയാണോ എന്നാൽ അതൊക്കെ അന്വേഷിക്കാം എന്ന് പോലീസ് വിചാരിച്ചിട്ടല്ലല്ലോ. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ട്, മുതിർന്ന പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ചെയ്യാത്തത്. ഇത് അവർ നിങ്ങളോട് പറയാൻ അവർക്ക് പേടിയാണ്, പോലീസുകാർക്ക്. ഇത് കോമൺ സെൻസ് ഉള്ള ആർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു അന്വേഷണം എങ്ങനെ സ്പീഡിൽ പോകുന്നു, ഒരു അന്വേഷണം എങ്ങനെ സ്ലോവിൽ പോകുന്നു എന്നുള്ളത് കോമൺ സെൻസിൽ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത് അത്ര ക്ലിയർ ആയിട്ടൊന്നും അന്വേഷിക്കേണ്ട, അല്ലെങ്കിൽ ഈ 4 വിദ്യാർത്ഥികളെ ഒതുക്കി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇതങ്ങ് പോയാൽ മതി. അങ്ങനെ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ അന്വേഷണവും അതിൻ്റെ വാദവും ഒക്കെ കഴിയുന്ന സമയത്ത് ഈ 4 വിദ്യാർത്ഥികളെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേസ് പൊട്ടിപ്പോകും. ഇത് ഒരു പ്ലാനാണ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ നടക്കുന്നതാണ്. ഒരു സർക്കാർ അന്വേഷിക്കുന്ന സമയത്ത് കൃത്യമായ അന്വേഷണം തുടക്കത്തിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനം ഇതൊക്കെ കുറഞ്ഞു വരും. തെളിവുകളുടെ ശക്തി ചാടിക്കയറി അറസ്റ്റ് ചെയ്യണമെന്ന് ABVP പറഞ്ഞില്ലല്ലോ. ABVP പറഞ്ഞു നോക്ക്, കൃത്യമായിട്ട് ABVP പറഞ്ഞിട്ടുണ്ട് 2 മണിക്കൂർ ആ വിദ്യാർത്ഥിയെ അവിടെ വിചാരണ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് 2 മണിക്കൂർ ഒരു വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിചാരണ ചെയ്യപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ട് കൃഷ്ണ പറഞ്ഞല്ലോ. അതായത് ഈ സജിയുടെ രാഷ്ട്രീയം നോക്കിയാൽ അത് വളരെ വ്യക്തമാവും.
നമ്മൾ നിങ്ങൾക്ക് അറിയുമ്പോഴല്ല എനിക്ക് തോന്നുന്നത്, നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ പല കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ സജി 15-ാം തീയതി ഞാൻ ചോദിക്കട്ടെ, 3 പേരെ അറസ്റ്റ് ചെയ്തു ആത്മഹത്യ പ്രേരണാകുറ്റം. ആത്മഹത്യ പ്രേരണാകുറ്റം പോലും സജിയുടെ മേൽ ചുമത്താൻ ഇതുവരെ പോലീസിന് തെളിവ് കിട്ടിയില്ലെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അന്നേ ദിവസം ഉണ്ടായ ഇൻസിഡന്റിന് പ്രകാരമാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇപ്പം കഴിഞ്ഞ ഒരു മാസക്കാലമായി നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന അച്ഛന്റെ പരാതി കിട്ടിയിട്ട് പരാതി പൂഴ്ത്തി വെച്ച പ്രിൻസിപ്പലിന്റെ പേരിൽ എന്തുകൊണ്ട് ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തുന്നില്ല? ആത്മഹത്യ പ്രേരണാകുറ്റം സ്റ്റാൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് നമുക്ക് പറയാം. ഈ പരാതി 2 തവണ എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അതിന് പരാതിയുടെ കോപ്പി ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ടല്ലോ. ഈ കൊടുത്ത പരാതി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾ തന്നത് മാത്രമല്ലാതെ അച്ഛൻ കൊടുത്ത പരാതിയുടെ കോപ്പി വളരെ വ്യക്തമാണ്. ഇനി 15 ദിവസം കൂടെ ക്ലാസ് കഴിയാനുള്ളൂ. അപ്പോൾ എന്നിട്ട് ഈ പൂഴ്ത്തി വെച്ച പ്രിൻസിപ്പലിന്റെ പേര് നടപടിയില്ല. ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടു എന്ന് റിട്ടേൺ കംപ്ലൈന്റ് പോലും കൊടുക്കാഞ്ഞിട്ടും ഒരു ലേഡി ടീച്ചറിനെ പോലും കൂട്ടത്തിൽ വിളിക്കാതെ ഈ കുട്ടിയെ വിചാരണ ചെയ്ത സജിയുടെ പേരിൽ 7 കുട്ടികൾ മൊഴി കൊടുത്തിട്ടും 1 മാസമായി. ഈ സമയം വരെ ആത്മഹത്യ പ്രേരണാകുറ്റം പോലും അവരുടെ പേരിൽ ചുമത്തുന്നില്ല. അപ്പം സിപാസിന്റെ SMEയുടെ ഉന്നത അധികാരികളോ അവിടുത്തെ പ്രിൻസിപ്പലോ അവിടുത്തെ അധ്യാപകരോ പ്രതികളാകരുത് എന്ന് ചില കേന്ദ്രങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായ